ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കടന്ന് എന്ന സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് വളരെ വേദന നിറഞ്ഞൊരു എപ്പിസോഡാണ്. കാരണം നമ്മുടെ കാവേരിയുടെ അച്ഛൻ മരണപ്പെടുന്ന ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തന്റെ കൂട്ടുകാരൻ തന്നെ ചതിക്കുന്ന വിഷമത്തിലായിരിക്കും ഗംഗയുടെ നിശ്ചയത്തിന്റെ തലേന്ന് മുഴുവൻ അരവിന്ദൻ ഉണ്ടായിരിക്കുക. തന്റെ കൂട്ടുകാരൻ തന്നെ താൻ ഏറെ സ്നേഹിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന തന്റെ ഉറ്റ ചെങ്ങാതി തന്നെ ചതിച്ചു. താൻ ജീവിതത്തിൽ സമ്പാദിച്ചതെല്ലാം തട്ടിയെടുത്തു. തന്നെ ഇപ്പൊ ഒന്നും അല്ലാത്തവനാക്കി തീർത്തു. താൻ എത്ര മാത്രം വിശ്വസിച്ചു, ഒരു കൂടപ്പിറപ്പ് എന്ന രീതിയിൽ സംരക്ഷിച്ചു, സ്നേഹിച്ചു, അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാള് തന്നെ പണത്തിന് വേണ്ടി തന്നെ ചതിച്ചു. ആ ചതി അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. തന്റെ വീട്ടുകാരെ പക്ഷെ അത് അറിയിക്കാതെ കൊണ്ടു നടക്കണമെന്ന് അയാൾ വിചാരിച്ചിരുന്നു. അത്രയും സന്തോഷമുള്ള ആ രാത്രി ഒരിക്കലും ഒരു വിഷമത്തിലേക്ക് കടന്നു പോകരുത്, വീട്ടിലുള്ളവരാരും അത് അറിയരുതെന്ന് അരവിന്ദൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ നല്ല വിഷമത്തിന് തന്റെ ഹൃദയം തകർന്നു പോകുന്നുണ്ട്. എന്നാലും ആ വേദന കടിച്ചു പിടിച്ച് ആ രാത്രി കഴിഞ്ഞുകൂടുകയാണ്. എല്ലാവരും നാളത്തെ ദിവസത്തിൽ സന്തോഷത്തിലായിരിക്കും. ഗംഗയുടെ വിവാഹ നിശ്ചയത്തിന്റെ സന്തോഷത്തിലാണ് ആ കുടുംബം മുഴുവൻ അന്ന്. പിറ്റേ ദിവസം രാവിലെ എല്ലാം റെഡിയായി, എല്ലാവരും ഒരുങ്ങാണ്. ഗംഗേനെ റെഡിയാക്കാൻ വേണ്ടി ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട്. ബ്യൂട്ടീഷ്യൻ ഗംഗേനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വിരുന്നുകാരും വന്നിട്ടുണ്ട്. ക്ഷണിച്ചവരെല്ലാവരും വന്നിട്ടുണ്ട്. ഇവരുടെ വിനീത് അവര് വന്നിട്ടുണ്ട്, നിവിൻ വന്നിട്ടുണ്ട്, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. വിനീത് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ട് കേട്ടോ. കുറച്ച് വൈകി എത്തിയെങ്കിലും ആ വീട്ടില് അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവൻ വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാവേരിന്റെ അമ്മ വന്നിട്ട് വിനീതിന് ചായ കൊടുക്കുന്നുണ്ട്. അപ്പൊ വിനീത് പറയുന്നുണ്ട്, എന്താണ് മാമൻ ഇതുവരെ എണീച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട്, ഇല്ല, ഇന്നലെ രാത്രി വൈകിട്ടാണ് കടന്നത്, അപ്പോ എണീക്കാൻ ചിലപ്പോ കുറച്ച് വൈകുന്നുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ വിനീത് പറയുന്നുണ്ട്, ആ കുഴപ്പമില്ല അമ്മായി, ഇപ്പൊ ഞാനുണ്ടല്ലോ, ഞാൻ ചെയ്തോളാം, കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വിനീത കോഫി വാങ്ങി കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുശലം പറയും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ട്. അതിന്റെ ഇടയിൽ വിനീത് ഇങ്ങനെ ആ വീടിന്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ഗംഗ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ വിനീതിന് ഒരു വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ സൈഡിൽ നിന്ന് കാവേരി നോക്കുമ്പോൾ കാവേരിക്കും ഇത് കാണുമ്പോൾ ഒരു വിഷമാവുന്നുണ്ട്. കാരണം വിനീത അത്രയും മാത്രം സ്നേഹിച്ചൊരു പെൺകുട്ടിയുടെ കല്യാണം വേറൊരുത്തനുമായി നിശ്ചയിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് അയാൾക്ക് വിഷമമുള്ള കാര്യമാണല്ലോ. അപ്പൊ അതൊക്കെ ആ ഭാഗത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. എന്നിട്ടും അച്ഛൻ ഇതുവരെ എണീച്ചില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് നീള വരുന്നുണ്ട്. അങ്ങനെ നീള വന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ അച്ഛൻ ഇതുവരെ എണീക്കാത്ത എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പൊ അമ്മ പറയുന്നുണ്ട്, നീ പോയി വിളിച്ചോ, നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, നീ പോയി വിളിച്ചോ, ആ റൂമ് കിടക്കുന്നുണ്ട് എന്ന് പറയാണ്. അങ്ങനെ നീള പോയിട്ട് അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛന് കുറേ വിളിക്കുന്നുണ്ട് കേട്ടോ. കട്ടിലുമ്മ കയറി ഇരുന്ന് അച്ഛൻ്റെ അടുത്ത് ഇരുന്നിട്ട് വിളിക്കുന്നുണ്ട്, അച്ഛ എണീക്ക്, അച്ഛൻ എന്തുറക്കാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം നീക്കുന്നില്ല കേട്ടോ. കുറേ തട്ടി വിളിച്ചിട്ടും എണീക്കാതെ കാണുമ്പോൾ നിളയ്ക്ക് പേടിയാവുന്നുണ്ട്. നിള പറയുന്നുണ്ട്, അച്ഛൻ എണീക്ക്, അച്ഛൻ എനിക്ക് പേടിയാവുന്ന അച്ഛ എണീക്കെന്ന് പറഞ്ഞിട്ട് നിളക്ക് അറിയാൻ തുടങ്ങി. അങ്ങനെ നിള അച്ഛനിങ്ങനെ തിരിച്ചു കടത്തിയപ്പോ അച്ഛന് ഒന്നും മിണ്ടുന്നില്ല, കണ്ണടച്ച് അങ്ങനെ കിടക്കാണ് കേട്ടോ. അപ്പൊ എല്ലാരെയും വിളിച്ചു കൂട്ടി നിള കരയാൻ തുടങ്ങി. എന്നിട്ട് ഭാര്യയും കുട്ടിയോ മക്കളോ ബാക്കിയുള്ള പെൺമക്കളൊക്കെ വന്ന് തട്ടി വിളിച്ച് നോക്കുന്നുണ്ട് കാവേരി പുറത്തായിരിക്കും കേട്ടോ. ബാക്കി രണ്ടുപേരും വന്ന് തട്ടി വിളിക്കുന്നുണ്ട്, അയാൾ എണീക്കുന്നില്ല കേട്ടോ. അപ്പൊ തന്നെ കാവേരി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ബഹളം വെക്കാൻ തുടങ്ങുമ്പോൾ കാവേരിയും പുറത്തുനിന്ന് വിനീതും നിവിനും എല്ലാരും ഓടി വരുന്നുണ്ട്. ഈ കടപ്പ് കാണുമ്പോൾ തന്നെ കാവേരി ആകെ കയറി വരുന്ന ഭാഗത്ത് തന്നെ കാവേരി നിൽക്കുകയാണ് കേട്ടോ. ആ ഡോറിന്റെ അവിടെ തന്നെ കയറി വരുന്ന ഡോറിന്റെ അവിടെ തന്നെ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ കാവേരി ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ. കാവേരിക്ക് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. എന്താണ് അച്ഛൻ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നത്, എല്ലാവരും അച്ഛൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ കാവേരി ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് വിനീത് പോയി കയ്യിലൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ ഒന്നും മാമനെ അനക്കില്ല എന്ന് മനസ്സിലാവുമ്പോൾ നീവിന് വേഗം പറയുന്നുണ്ട്, വിനീത് നീ വേഗം ഒരു ആംബുലൻസ് വിളിക്കുന്നു പറഞ്ഞിട്ട് വേഗം ഒരു ആംബുലൻസ് ഒക്കെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വണ്ടിയിൽ കാവേരിയും ചാടി കയറുന്നുണ്ട്. അങ്ങനെ വണ്ടിയിലും ആംബുലൻസിൽ ഇരിക്കുമ്പോഴൊക്കെ കാവേരി അച്ചാച്ച വിളിക്കുന്നുണ്ട്. അരവിന്ദന് ഒരു റിയാക്ഷനും ഇല്ല, കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കാവേരി വിനീതൊക്കെ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. വേഗം ഡോക്ടറെ വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും ഡോക്ടർ പറയുന്നുണ്ട്, ആള് ഇവിടെ എത്തിക്കുന്നതിന് മുന്നേ അയാൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു വാക്ക് കേൾക്കുമ്പോ തന്നെ കാവേരി ആകെ കൺട്രോൾ വിട്ടു പോവാണ് കേട്ടോ. ആ ഹോസ്പിറ്റലിന്റെ
ഹോസ്പിറ്റലിൽ നിന്നിട്ട് തന്നെ കാവേരി കരയാൻ തുടങ്ങുന്നുണ്ട്. വിനീതും ഒപ്പം കരയുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിവിൻ ആകെ പകച്ചു പോയി നിൽക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു കല്യാണ നിശ്ചയം നടക്കേണ്ട ആ വീട്ടിൽ നടക്കുന്നത് അരവിന്ദന്റെ മരണാനന്തര ചടങ്ങുകളായിരിക്കും കേട്ടോ ആ വീട്ടിൽ നടക്കുന്നുണ്ടാവുക. അത്രയും സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന ആ രാത്രി പുലരുന്നത് വലിയൊരു വിഷമത്തിലേക്കായിരിക്കും. കല്യാണ നിശ്ചയമൊന്നും നടക്കില്ല ഗംഗയുടെ. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഒന്നും സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവൊക്കെ ഈ കുടുംബത്തിന് പിന്നീടാണ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു നിമിഷം, അത്രയും ആഘോഷമൊക്കെ നടക്കേണ്ട ആ ദിവസം ഇത്രയും വലിയൊരു വിഷമത്തിലേക്കാണ് കടന്നു പോവാന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ അരവിന്ദന്റെ ആ മരണം തന്നെ ആ കുടുംബത്തിന് വലിയൊരു അടിയാവുന്നുണ്ട്. ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡിലെ കഥയാണ്. അപ്പൊ വിവാഹ നിശ്ചയം എന്തായാലും നടക്കില്ല, ഗംഗയുടെ കല്യാണം നടക്കില്ല, കല്യാണം മുടങ്ങി പോവും. പിന്നെ അവിടെ ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.